ബിഗ് ബോസ് മലയാളം 8ലേക്ക് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്നും അതാ 8 പേർ സെലക്റ്റഡ്. 8 പേര് സെലക്റ്റഡോ? അത് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്ന്. ബാക്കിയുള്ളവർക്ക് എന്താണ് സംഭവിച്ചത്? ആരൊക്കെയാണ് ആ 8 പേരെന്ന് അറിയണ്ടേ? എൻ്റെ പൊന്നു മക്കളെ, വീട് ഇത്തവണത്തെ ബിഗ് ബോസ് മൊത്തത്തിൽ തീപ്പൊരി പാറുന്ന കളികളായിരിക്കും. കാരണം നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള പലരും ബിഗ് ബോസിലേക്ക് വരാനായിട്ടുള്ള ഉടുപ്പും പെട്ടിയൊക്കെ ആയിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. അത് ആരൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങളോട് പറയാനും നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് 1ലെ സാധ്യതകൾ ഡിസ്കസ് ചെയ്യാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ബിഗ് ബോസിലേക്ക് ആരൊക്കെ എത്തും എന്നുള്ളത് ആരാധകർ ബിഗ് ബോസ് തുടങ്ങുന്നതിന് തലേ ദിവസം വരെ നോക്കിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആരൊക്കെ കൺഫേംഡ് ആയി, 50%, 60%, 100% കൺഫേം ആയ ആൾക്കാരെ വരെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ് ആണ് നമുക്കുള്ളത്. എല്ലാ ഭാഷകളിലെ ബിഗ് ബോസുകളിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആരൊക്കെയാണ് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്നും സെലക്ട് ആയിരിക്കുന്ന ആ 8 പേര്, അടുത്ത റൗണ്ടിലേക്ക് ആരൊക്കെ പോയിട്ടുണ്ട്, ആരൊക്കെയാണ് ഔട്ടായി പോയിട്ടുള്ളവർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാനും ബിഗ് ബോസിന്റെ മറ്റു കുറച്ച് വിശേഷങ്ങൾ ചർച്ച ചെയ്യാനുമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടിട്ട ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു. പ്രഡിക്ഷൻ ലിസ്റ്റ് 1 ഈ സീസണിന്റെ 28-ാം തീയതി മെയ്യിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് 20 പേരുകൾ ഞാൻ ടോട്ടലി പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും ബിഗ് ബോസിന്റെ റിവ്യൂ തുടങ്ങുന്നതിനും അപ്ഡേറ്റ് തുടങ്ങുന്നതിനും ഒക്കെ മുന്നേ ആയിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ തുരുതുരാ പറക്കി ഇടുമെങ്കിലും പിന്നീട് നമ്മുടെ പഴയ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്തായി എന്നുള്ള കാര്യം ആരും, ഞാൻ അടക്കമുള്ള ഒരു റിവ്യൂവേഴ്സും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ്. എന്നാൽ എനിക്ക് ഇത്തവണ മുതൽ തോന്നി നിങ്ങളെ കുറച്ചുകൂടി ട്രസ്റ്റ് വർത്തി ആക്കാനും നിങ്ങൾക്ക് കുറച്ചുകൂടി നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം എന്താ പറയുക അത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അത് എത്രത്തോളം എത്ര പെർസെൻറ്റേജോളം അതാണ് നടക്കാൻ പോകുന്നത് നിങ്ങളെ മനസ്സിലാക്കി തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം കൂടിയിട്ടാണ്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾ ഇന്ന് അൻസിഫ് പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുന്നത് പോലെ തന്നെ നാളെ അൻസിഫ് പറയുന്നതിൽ വാസ്തവം ഉണ്ടെന്ന് മനസ്സിലാക്കി ഓടി വരത്തുള്ളൂ, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 28-ാം തീയതി മെയ്യിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞ് 20 പേരുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് സെലക്ട് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം ആ 20 പേരുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നുകൂടി ഞാൻ ആ പേരുകൾ വായിക്കുകയാണ്. ഞാൻ ഫോട്ടോസ് കാണിക്കുന്നില്ല. അതിൽ നിന്നും അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്നവരുടെ മാത്രമേ ഞാൻ നിങ്ങളുടെ പറയുന്നുള്ളൂ. ഒന്നാമത്തെ പേര് കടൽമച്ചാന്റെ അമ്മയായ സന്ധ്യാമ്മ, രണ്ടാമത്തത് ആക്ടറായിട്ടുള്ള സിദ്ധാർത്ഥ് പ്രഭു, മൂന്നാമത്തത് വിനു വിജയ്, നമ്മുടെ PR-ഉം ഫിലിം ഡയറക്ടറുമായിട്ടുള്ള വിനു, അടുത്ത് നാലാമത്തത് നീന കുറുപ്പ്, നടിയായ നീന, അഞ്ചാമത്തത് സീരിയൽ നടനായ തനൂജ് മേനോൻ സകലകലാ വല്ലഭൻ, ആറാമത്തത് മോഡലായിട്ടുള്ള ഏഞ്ചൽ ബേബി അശ്വതി, ഏഴാമത്തത് ആക്ടറായിട്ടുള്ള നമ്മുടെ ഉപ്പുമുളകിലെ ബിജു സോപാനം, എട്ടാമത്തത് നമ്മുടെ ഐശ്വര്യ റംസായി സീരിയൽ നായിക തമിഴ് പെൺകൊടി, ഒൻപതാമത്തത് നമ്മുടെ ചക്ക തന്നെ താമര താമര തന്നെ ചക്ക അഞ്ജലി നായർ, പത്താമത്തത് സീരിയലുകളുടെ മമ്മൂട്ടി എന്നറിയപ്പെടുന്ന സാജൻ സൂര്യ, 11ാമത്തത് നമ്മുടെ ബിഗ് ബോസ് റിവ്യൂവർ രേവതി, 12ാമത്തത് നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ 6ലെ കണ്ടസ്റ്റന്റ് കൂടിയായിരുന്ന ആയിഷ, 13ാമത്തത് ആദിത്യൻ ജയൻ സിനിമ സീരിയൽ നടൻ, 14ാമത്തത് മൃദുലയും യുവയും ഭാര്യയും ഭർത്താവും ആക്ടേഴ്സാണ്, കപ്പിൾസ്. അടുത്ത് 15ാമത്തത് നമ്മുടെ സ്വന്തം ദൃശ്യം 3ലെ റോഷൻ ബഷീർ വരുൺ പ്രഭാകർ, അടുത്ത് 16ാമത്തത് മീര വാസുദേവ് നമ്മുടെ സ്വന്തം കുടുംബവിളക്കിലെ സുമിത്ര, 17ാമത്തത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രേക്ഷക മനം കീഴടക്കിയ സ്റ്റാർ മാജിക്കിലെ ലക്ഷ്മി നക്ഷത്ര, 18ാമത്തത് ഹലോ ഗൈസ് നമ്മുടെ സ്വന്തം കാർത്തിക് സൂര്യ, 19ാമത്തത് കമന്റേറ്റർ ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന രാഹുൽ ഈശ്വർ, 20ാമത്തത് ഫെമിനിസ്റ്റും ടീച്ചറുമായിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ. ഇതായിരുന്നല്ലോ നമ്മുടെ ആദ്യത്തെ ലിസ്റ്റിലെ 20 പേര്. ഈ ആദ്യത്തെ ലിസ്റ്റിലെ 20 പേരുടെ നിലവിലെ ബിഗ് ബോസിലേക്കുള്ള സ്റ്റാറ്റസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ 20 പേരുകളിലുള്ള ലിസ്റ്റ് 3 ആയിട്ട് ഞാനിപ്പോൾ തിരിക്കാൻ പോവാണ്. പെൻഡിങ് ലിസ്റ്റ്, അതുപോലെ തന്നെ ലോ ചാൻസസ്, നോ ചാൻസസ്, അങ്ങനെ 3 ആയിട്ട് തിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് പെൻഡിങ് ലിസ്റ്റിൽ കുറച്ച് പേരുണ്ട്. അവരെ നമുക്ക് അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രതീക്ഷിക്കാം. ആ ബിഗ് ബോസിന്റെ അവസാന റൗണ്ടുകൾ വരെയും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇനി അടുത്ത നോ ചാൻസസ്, ഒട്ടുമേ വരാൻ സാധ്യതയില്ലാത്ത ആൾക്കാരും ലോ ചാൻസസ് ചിലപ്പോൾ വന്നേക്കാം, എന്നാലും സാധ്യത ഭയങ്കരമായിട്ട് കുറവാണ്. അങ്ങനെയുള്ളവരാണ് നമ്മൾ അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ തിരിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ പേരെടുക്കാം, സന്ധ്യാമ്മ. സന്ധ്യാമ്മയെ ഇതിനകത്ത് പെൻഡിങ് ലിസ്റ്റിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു 50% ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് സന്ധ്യ
സന്ധ്യാമ്മ ബിഗ് ബോസ് വീട്ടിൽ എത്താൻ സാധ്യതയുണ്ടെന്ന്. കാരണം നിലവിൽ കോമഡി കുസിൽ ഉണ്ടായിരുന്ന ആളാണ് സന്ധ്യാമ്മ. സന്ധ്യാമ്മയുമായി ബന്ധപ്പെട്ട ബിഗ് ബോസ് അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ നിറയെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സന്ധ്യാമ്മ പുറകിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല ബിഗ് ബോസിന്റെ ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ. സോ സന്ധ്യാമ്മയെ നമുക്ക് 50% ഒരു ഉറപ്പ് പോലെ അവിടെ വെച്ചിരിക്കാം എന്നുള്ളതാണ്. സോ ഞാൻ ഉറപ്പുള്ളവരുടെ പേരുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. സന്ധ്യാമ്മ, ഇത് ഞാൻ പറയുന്നു പ്യുവർലി ഇറ്റ്സ് എന്താ പറയുക, പ്രഡിക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ബിഗ് ബോസിന്റെ ഓഡീഷൻസ് കഴിഞ്ഞിട്ടില്ല, കംപ്ലീറ്റഡ് ആയിട്ടില്ല, കൺഫേംഡ് ലിസ്റ്റും ആയിട്ടില്ല. അടുത്ത് രണ്ടാമത്തെ പേര് നമ്മൾ പറഞ്ഞിരുന്നത് സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെയാണ്. സിദ്ധാർത്ഥ് പ്രഭുവിന്റെ കാര്യം പറയുമ്പോൾ ഇന്നലെ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളകിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് ആയത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നതും ഏറ്റവും കൂടുതൽ വരണമെന്നും വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് സിദ്ധാർത്ഥ് പ്രഭു. സിദ്ധാർത്ഥ് പ്രഭുവിനെയും ഞാൻ പെൻഡിങ്ങിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അതും 70% ഉറപ്പോടെ ബിഗ് ബോസിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പെൻഡിങ്ങിലേക്ക് വെച്ചിരിക്കുന്നത്. അടുത്ത് സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ഫോട്ടോ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ സിദ്ധാർത്ഥ് പ്രഭു. അടുത്ത നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലെ മൂന്നാമത്തെ ആളാണ് നമ്മുടെ അനുമോളുടെയും ജിൻഡോയുടെയും PR ഒക്കെ ആയിരുന്ന ഫിലിം ഡയറക്ടർ കൂടിയായിട്ടുള്ള വിനു വിജയ്. ഇതാണ് വിനു വിജയ്. വിനു വിജയുടെ കാര്യം പറയുമ്പോഴും ബിഗ് ബോസ് ഇത്തവണ വിനുവിനെ വിളിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ വിനു നിരസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വിനുവിനുള്ള ഒരു കുരുക്കായിരിക്കുമോ അത് എന്ന് ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നുണ്ടെങ്കിലും 70% ഉറപ്പോടുകൂടി പെൻഡിങ് ലിസ്റ്റിൽ തന്നെയാണ് ഞാൻ വിനുവിനെ നിർത്തിയിരിക്കുന്നത്. വരാനായിട്ട് ഭയങ്കര അധികം സാധ്യത ഞാൻ വിനുവിൽ കാണുന്നുണ്ട്. അടുത്ത് നാലാമത്തെ പേര് ഞാൻ പറയുമ്പോൾ നമ്മുടെ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം വിവാദങ്ങൾ. ആ വിവാദ നായികകളിൽ കുറേ പേർ ഓൾറെഡി ബിഗ് ബോസിൽ വന്നവരാണ്. നമുക്കറിയാം ശ്വേത മേനൻ, അതുപോലെ തന്നെ നമ്മുടെ അൻസിബ, ലക്ഷ്മി പ്രിയ, ഇവരൊക്കെ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി ഇവരുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം ഫെയിമുള്ള ആൾക്കാർ കൂടിയുണ്ട്. നമ്മുടെ നീന കുറുപ്പും പ്രിയങ്ക അനൂപും ഒക്കെ. അതിനകത്ത് നീന കുറുപ്പിന്റെ പേരായിരുന്നു നാലാമതായിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. നീന കുറുപ്പിന്റെ കാര്യം പറയുമ്പോൾ ഓൾറെഡി മലയാളി ഹൗസിൽ ഒരു തവണ വന്നിട്ടുള്ളതാണ് പുള്ളിക്കാരി. അപ്പം നീന കുറുപ്പ് വരുമോ എന്ന് കുറേ പേര് വീണ്ടും ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീന കുറുപ്പിനെയും ഞാൻ പെൻഡിങ് ലിസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ സാധ്യതകൾ കുറവായതുകൊണ്ട് ഞാനൊരു 40% മാത്രമേ നീന കുറുപ്പിൽ പറയുന്നുള്ളൂ. അടുത്ത് അഞ്ചാമത്തെ നമ്മുടെ പേരിൽ ഞാൻ പറയുന്നത് നമ്മുടെ സകലകലാ വല്ലഭൻ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ആക്ടറും സിംഗറും മ്യൂസീഷ്യനും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം തനൂജ് മേനോനാണ്. തനൂജ് മേനോന്റെ കേസ് പറയുമ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് തനൂജ് മേനോൻ ബിഗ് ബോസ് വീട്ടിൽ എത്തുമെന്ന്. അതുകൊണ്ട് തന്നെ തനൂജ് മേനോനെ ഞാനൊരു 60% ഉറപ്പോടുകൂടി പെൻഡിങ് ലിസ്റ്റിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 5 പേര് ഇപ്പം തന്നെ പെൻഡിങ്ങിലായി. ഇനി അങ്ങോട്ടുള്ളവർ പെൻഡിങ്ങിലുള്ളവരല്ല, ഇനി കുറച്ച് സാധ്യതകൾ കുറവുള്ളവരാണ്. ആറാമത്തെ പേര് ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ മോഡലും ആങ്കറും ഒക്കെ ആയിരുന്ന ഏഞ്ചൽ ബേബി അശ്വതിയാണ്. പക്ഷെ ഇപ്പം ഏഞ്ചൽ ബേബി അശ്വതിയുടെ സാധ്യതകൾ ഞാൻ നോക്കിക്കാണുമ്പോൾ എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആ പേര് നമുക്ക് ലോ ചാൻസസിൽ വെച്ചിരിക്കാം. ഏഴാമത്തെ പേര് നമ്മുടെ ഉപ്പും മുളകിലെ നടനായിട്ടുള്ള ബിജു സോപാന, ബാലു, അറിയാലോ. അപ്പം ബിജു സോപാനത്തിന്റെ പേര് എല്ലാ വർഷവും കേൾക്കാറുണ്ടെങ്കിലും എനിക്ക് ഇത്തവണയും സാധ്യത ഭയങ്കര കുറവായിട്ടാണ് കാണുന്നത്. പക്ഷേ ബിജു സോപാനത്തിന്റെ കേസ് ആയതുകൊണ്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല. സോ അതാണ് ഞാൻ ലോ ചാൻസസിൽ പിടിച്ചിട്ടിരിക്കുന്നത്. ബിജു സോപാനം ലോ ചാൻസ് ആണ്. അടുത്ത എട്ടാമത്തെ പേര് നമ്മുടെ തമിഴ് പെൺകൊടി മൗനരാഗം സീരിയലിലെ നായികയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഐശ്വര്യ റംസായി ആണ്. സീരിയൽ കഴിഞ്ഞു, ബിഗ് ബോസിലേക്ക് നമ്മൾ തന്നെയാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ തൊടുത്തു വിട്ടത്. പക്ഷേ 100% ഐശ്വര്യ റംസായി ബിഗ് ബോസിൽ ഉണ്ടാവത്തില്ല. കാരണം ഐശ്വര്യ പുതിയ സീരിയലിൽ കമ്മിറ്റ് ചെയ്തു. നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്നും നോ ചാൻസസ്, വെട്ടിക്കളയാനുള്ള പേരാണ് ഐശ്വര്യ റംസായിയുടെ. കാരണം ഐശ്വര്യ റംസായി ഉണ്ടാവത്തില്ല. അടുത്ത് 9ാമത്തെ പേരായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന നമ്മുടെ അഞ്ജലി നായർ. ചക്ക തന്നെ താമര, താമര തന്നെ ചക്ക, അല്ലേ? പുള്ളിക്കാരിയും സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നോ ചാൻസസ് ആണ്. കാരണം പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില കണ്ടസ്റ്റന്റുകളെ സമീപിക്കാനും അല്ലെങ്കിൽ മറ്റു ചില ആൾക്കാരെ ബിഗ് ബോസിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. സോ അഞ്ജലി നായർക്ക് സാധ്യത വളരെ കുറവാണ്. വളരെ കുറവെന്നല്ല, സാധ്യത ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അഞ്ജലി നായരെ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയേക്കാം. അടുത്ത് 10ാമത്തെ പേരായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ സാജൻ സൂര്യ ആയിരുന്നു. സാജൻ സൂര്യയുടെ കേസ് പറയുമ്പം പുള്ളിക്കാരനെ എല്ലാ പ്രാവശ്യവും ബിഗ് ബോസ് വിളിക്കാറുണ്ടെന്നും ബിഗ് ബോസ് ഇത്തവണയും വിളിച്ചിട്ടുണ്ടെന്നും പുള്ളിക്കാരൻ ഇല്ലെന്നുമാണ് ഞാൻ വളരെ വ്യക്തിപരമായി അറിഞ്ഞത്. അപ്പോൾ അത് പുള്ളിക്കാരൻ പോകുന്നില്ലെന്നുമാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാജൻ സൂര്യ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഒട്ടുമില്ല. അപ്പോൾ നോ ചാൻസ് തന്നെയാണ് സാജൻ സൂര്യയ്ക്ക്.
അടുത്ത് 11ാമതായിട്ട് പറയാനുള്ള പേര് നമ്മുടെ ബിഗ് ബോസ് റിവ്യൂവർ ആയിട്ടുള്ള രേവതിയുടെ പേരാണ്. രേവതിയും ഞാൻ ഇത്തവണ നോക്കി കാണുമ്പോൾ വരാനായിട്ട് ഒരു സാധ്യതയില്ല, ബിഗ് ബോസ് അപ്രോച്ചും ചെയ്തിട്ടില്ല എന്ന് തന്നെ, ബിഗ് ബോസ് രേവതി അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. സോ രേവതിയും വരാനുള്ള ഒരു സാധ്യത ഒട്ടും 100% കാണുന്നില്ല. അടുത്ത 12ാമതായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന പേര് ബിഗ് ബോസ് തമിഴിലെ കണ്ടസ്റ്റന്റ് ആയിരുന്ന ആയിഷയായിരുന്നു. നമ്മൾ ജിസയിലൊക്കെ വന്നതുപോലെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്ന പേരിൽ ഇപ്പം ഒരു സാധ്യതയല്ല, നോ ചാൻസസ് ആണ്. കാരണം ബിഗ് ബോസ് ടീം അപ്രോച്ച് ചെയ്തതായിട്ട് കാണുന്നില്ല. മലയാളി കൂടിയാണ് പുള്ളിക്കാർ, പക്ഷെ അപ്രോച്ച് ചെയ്തതായിട്ട് അറിയുന്നില്ല. അടുത്ത് 13ാമതായിട്ട് നമ്മൾ പറഞ്ഞ പേരിൽ കുറച്ച് സാധ്യതകളുണ്ട്. നമ്മുടെ നടനായിട്ടുള്ള ആദിത്യൻ ജയന്റെ പേരായിരുന്നു നമ്മൾ 13ാമതായി പറഞ്ഞിരുന്നത്. ആദിത്യൻ ജയന്റെ കേസ് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം അവസാനം വരെയും വന്നിരുന്ന ഒരു പേരായിരുന്നു ആദിത്യൻ ജയന്റേത്. പക്ഷെ എന്തുകൊണ്ടോ ആദിത്യൻ ജയൻ സീസണിലില്ലായിരുന്നു. ഒരു 70% ഉറപ്പോടുകൂടി ഞാൻ ആദിത്യൻ ജയനെ ഇത്തവണയും പെൻഡിങ് ലിസ്റ്റിൽ വെച്ചിരിക്കുകയാണ്. പെൻഡിങ് ലിസ്റ്റ് ആണ്, 70% കൺഫേം ലിസ്റ്റ് അല്ല, പെൻഡിങ് ലിസ്റ്റ് ആണ്. അടുത്ത് 14ാമതായിട്ട് ഞാൻ പറഞ്ഞിരുന്ന പേര് നമ്മുടെ മൃദുലയുടെയും യുവയുടെയും പേരായിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും. പക്ഷെ ഇപ്പം ഒരു ചാൻസും അവരിൽ കാണുന്നില്ല, നോ ചാൻസ് ആണ്. കാരണം രണ്ടുപേരും 2 പുതിയ സീരിയലുകളിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ചാൻസസ് ഒട്ടുമേ ഇല്ല. 15ാമതായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന നമ്മുടെ ദൃശ്യത്തിലെ റോഷൻ ബഷീർ, ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം പുള്ളിക്കാരന് ഇഷ്ടംപോലെ തെലുങ്ക് മൂവീസൊക്കെ ആയിട്ട് ഇപ്പം കമ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാൻ പറ്റുന്നു. ബിഗ് ബോസ് അപ്രോച്ച് ചെയ്തിട്ടില്ലെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഷൻ ബഷീർ ഉണ്ടാകാനുള്ള സാധ്യതയും ഒട്ടുമേ ഇല്ല, നോ ചാൻസ് ആണ്. ഇനി അടുത്ത് 16ാമതായിട്ട് പറയാൻ വരുമ്പോൾ നമ്മുടെ കുടുംബവിളക്കിലെ നായികയായിട്ട് അഭിനയിച്ചിരുന്ന മീര വാസുദേവ്, തന്മാത്രയിലെ അറിയാലോ. അപ്പം പുള്ളിക്കാരി ഇപ്പം സൂര്യ TV-യിൽ സൺ സൂര്യയിൽ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 സുന്ദരികൾ എന്ന് പറഞ്ഞതിലൊരു കേന്ദ്ര കഥാപാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരിക്ക് മാറാൻ പറ്റില്ല, അതിൽ നിന്ന് മാറാൻ പറ്റില്ല. ചിലപ്പോൾ ബിഗ് ബോസിന്റെ ഓഫർ വന്നാൽ പോലും മാറും എന്നുള്ളത് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് ലോ ചാൻസസിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, നോ അല്ല, ലോ ആണ്. കാരണം അവർക്ക് കളഞ്ഞിട്ടൊരു സുഖമായിട്ട് വേണമെങ്കിൽ ഒന്ന് ബിഗ് ബോസിൽ കയറാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്നാണ് അറിയാൻ പറ്റിയത്. സോ മീര വാസുദേവിന്റെ കാര്യം ഒരു ലോ ചാൻസസ് ആണ്, വളരെയധികം സാധ്യത കുറവാണ്. അടുത്ത് 17ാമതായിട്ട് പറയുന്ന പേരാണ് ലക്ഷ്മി നക്ഷത്ര. നമുക്കറിയാം ലക്ഷ്മി നക്ഷത്ര ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ സീസണിലെ ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുള്ള നമ്മുടെ വൈറ്റ് ഗോൾഡിന്റെ ബ്രാൻഡ് അംബാസിഡർ എൻ്റെ വായിൽ വരത്തുള്ളൂ, ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് ലോ ചാൻസസിൽ തന്നെ ലക്ഷ്മി നക്ഷത്രയെ വെച്ചിരിക്കാം. 18ാമതായിട്ട് നമ്മുടെ വ്ളോഗർ ആങ്കർ കാർത്തിക് സൂര്യയാണ്. കാർത്തിക് സൂര്യൻ ഞാൻ ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം കാർത്തിക് സൂര്യ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ വർക്കുകളൊക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പോൾ കാർത്തിക് സൂര്യക്ക് ഞാൻ സാധ്യതകളൊന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല. പിന്നെ അടുത്ത് 19ാമതായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന പേര് നമ്മുടെ രാഹുൽ ഈശ്വർ, കമന്റേറ്റർ ആയിട്ടുള്ള നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ പേരാണ്. നിങ്ങൾക്കറിയാലോ രാഹുൽ ഈശ്വറിനെ നമ്മുടെ മലയാളി ഹൗസിലൊക്കെ പണ്ട് വന്ന് കപ്പടിച്ചുകൊണ്ട് പോയ ആളാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിന്റെ കാര്യം പറയുമ്പോൾ ഒരു 80% ഞാൻ പെൻഡിങ് ലിസ്റ്റിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ലിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യത കാണുന്നത് രാഹുൽ ഈശ്വറിനെ തന്നെയാണ്. മിക്കവാറും ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് രാഹുൽ ഈശ്വറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ പേര് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. പെൻഡിങ് ലിസ്റ്റിലാണ് രാഹുൽ ഈശ്വർ. അടുത്ത് 20ാമത്തെ പേരായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഫെമിനിസ്റ്റും ടീച്ചറും ഒക്കെ ആയിട്ടുള്ള വിവാദ നായികയായിട്ടുള്ള നമ്മുടെ ശ്രീലക്ഷ്മി അറക്കലാണ്. പുള്ളിക്കാരിയെ ഞാൻ പെൻഡിങ് ലിസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 60% ഞാൻ ഏതാണ്ട് പെൻഡിങ് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക, രാഹുൽ ഈശ്വറും ശ്രീലക്ഷ്മി അറക്കലും കൂടെ ഉണ്ടെങ്കിൽ ശ്രീലക്ഷ്മി അറക്കല പെണ്ണുങ്ങൾക്ക് വേണ്ടിയും രാഹുൽ ഈശ്വർ ആണുങ്ങൾക്ക് വേണ്ടിയും വാദിക്കുമ്പോൾ ഒരു വമ്പൻ കണ്ടന്റ് ആയിരിക്കും അതിനകത്ത് നടക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ശ്രീലക്ഷ്മി അറക്കലിന്റെ പേര് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ 20 പേരുകളിൽ ഒന്നുകൂടി ഞാൻ പെൻഡിങ്ങിലുള്ളത് ആരൊക്കെയാണെന്ന് വേഗത്തിൽ പറയാം. ചാൻസസ് ഉള്ളത്, അതായത് പെൻഡിങ്ങിലുള്ളത് മീൻസ് ചാൻസസ് ഉള്ളതെന്നാണ് അതിനർത്ഥം. 8 പേരെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. സന്ധ്യാമ്മ, സിദ്ധാർത്ഥ് പ്രഭു, വിനു വിജയ്, നീന കുറുപ്പ്, തനൂജ് മേനോൻ, ആദിത്യൻ ജയൻ, രാഹുൽ ഈശ്വർ, ശ്രീലക്ഷ്മി അറക്കൽ. ഇവരിൽ ആരെങ്കിലും ഒക്കെ തന്നെ അടുത്ത ഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. ഭയങ്കര കൂടുതൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പെർസെൻറ്റേജ് ഇട്ട് പറഞ്ഞത്. അടുത്ത് സാധ്യതകൾ ഭയങ്കര കുറവായിട്ടുള്ളത് 8 പേർക്കാണ്. അത് നമ്മുടെ ഏഞ്ചൽ ബേബി അശ്വതിക്ക്, ബിജു സോപാനത്തിന്, പിന്നെ നമ്മുടെ മീര വാസുദേവ്, ലക്ഷ്മി നക്ഷത്ര, ഇത്രയും പേര്. ഇവർ 4 പേർക്കാണ് സാധ്യതകൾ കുറവ്. ഇനി വരില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ എഴുതി വെച്ചോ. 8 പേരാണ് അവര്. ഐശ്വര്യ റംസായി, അഞ്ജലി നായർ, സാജൻ സൂര്യ, ബിഗ് ബോസ് റിവ്യൂവർ രേവതി, ആയിഷ, മൃദുല യുവ, റോഷൻ ബഷീർ, കാർത്തിക് സൂര്യ. ഇവർ 8 പേര് എന്തായാലും ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്നും
8 പേരെ മാത്രമേ ഇനി നമുക്ക് ഉപകാരപ്പെടത്തുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രാവശ്യം പ്രഡിക്ഷൻ ലിസ്റ്റുകൾ വാരി പറക്കി ഇട്ട് പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഇട്ടത് പലരും പറയുന്നത് ഞാൻ കമന്റ് ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. നീ പണ്ടൊക്കെ ഇട്ട് വന്നിട്ട് പറക്കി ചെക്ക് ചെയ്ത് നോക്കടാ, ആരെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, 500 പേര് നീ ഒന്ന് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാൻ മാത്രമല്ല അതിനെ എക്സ്പ്ലനേഷൻ അതിന് കൊടുക്കാനും ഓരോരോ കാര്യങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്യാനും എനിക്കറിയാം. സോ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് 1ന്റെ നിലവിലെ സ്റ്റാറ്റസ് ആണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതുപോലെ തന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രഡിക്ഷൻ ലിസ്റ്റ് 2ന്റെയും 3ന്റെയും നിങ്ങൾ പ്രേക്ഷകർ പറഞ്ഞിട്ട് ഞാനൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അതിൻ്റെയും കൂടി എല്ലാ അപ്ഡേറ്റുകളും ഞാൻ തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, വെയിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ.